ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ ഫ്രോൺസ് എന്ന വാഹനമാണ്. അപ്പോൾ നമ്മുടെ ഒരു നെക്സ കാറ്റഗറിയിൽ എന്ന വാഹനങ്ങൾ ലൈനപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നേടുന്ന വാഹനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ഫ്രോൺസ് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. വാഹനം ലോഞ്ച് ചെയ്ത് കുറച്ച് നാളുകളിൽ തന്നെ ഒരുപാട് നമ്പേഴ്സ് വാഹനങ്ങൾ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ മാസവും 10,000-15,000 വണ്ടികളാണ് ഇതിൻ്റെ റോഡിൽ ഇറങ്ങുന്നത്. അപ്പം ആ ഒരു മോഡലിൻ്റെ തന്നെ ഏറ്റവും ബേസ് മോഡലാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബേസ് മോഡലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്, പ്രൈസ്. നേരത്തെ നമുക്കൊരു 9,03,000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇതിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് എങ്കിൽ നിലവിലിപ്പോൾ നിങ്ങൾക്ക് അതൊരു 8,05,000 ആ ഒരു റേഞ്ചിൽ ഓൺ റോഡ് പ്രൈസിൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. കാര്യം GSTയുടെ ആ ഒരു പ്രൈസിനകത്ത് ആ GST കുറഞ്ഞതൊക്കെ കൂടി തന്നെ വാഹനത്തിൻ്റെ പ്രൈസിനകത്ത് നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 9 ലക്ഷം കിടന്ന വണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് 8 ലക്ഷം രൂപയ്ക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. കൂടാതെ ഈ മാസം നമുക്കൊരു 35,000 രൂപ റേഞ്ചിൽ ക്യാഷ് ഓഫർ കൂടി ഈ മോഡലിന് അവൈലബിൾ ആണ്. അപ്പോൾ എത്ര രൂപയാവും? വീണ്ടും നിങ്ങൾക്ക് പ്രൈസ് കുറഞ്ഞായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത്രത്തോളം പ്രൈസിൻ്റെ ആ ഒരു പ്രൈസിനകത്ത് വ്യത്യാസം ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ മോഡൽ എടുക്കാൻ എന്താ പറയുക, ഇതിനെക്കാട്ടി കുറച്ച് താഴ്ന്ന സെഗ്മെൻറ്റിലൂടെ ഒരു വാഹനം എടുക്കാൻ നിന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് തൊട്ടടുത്ത സെഗ്മെൻറ്റിലേക്ക് തന്നെ പോകാം. അത് നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം സെക്കൻഡ് മാർക്കറ്റിലുള്ള വാഹനങ്ങളുടെ എന്താ പറയുക കച്ചവടമൊക്കെ നല്ല രീതിയിൽ കുറയാനായിട്ട് സാധ്യതയുണ്ട്. കാര്യം പ്രൈസിന് അത്രയും വ്യത്യാസങ്ങൾ വന്നതുകൊണ്ട് തന്നെ. അപ്പം ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് ജസ്റ്റ് ഒന്ന് കടക്കാം. എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അങ്ങ് തീർക്കാൻ നമുക്ക് വാഹനം ബേസ് മോഡൽ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് കരുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു ലുക്ക് വൈസ് നമ്മൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പറയുന്നത് കേൾക്കാം, അത്യാവശ്യം മോഡിഫൈ ചെയ്യണമെങ്കിൽ ആ ഒരു മോഡിഫിക്കേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് ഏറ്റവും മികച്ചൊരു വാഹനമാണ് ഈ ഒരു ഫ്രോൺസ് എന്നുള്ളത് എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതാണ് ഈ ഒരു പോർഷനിലെ ടേൺ ഇൻഡിക്കേറ്ററും പാർക്ക് ലൈറ്റൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വേറെ DRLO അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ അല്ല. ഹുഡിൻ്റെ പോർഷനിൽ നോക്കിയാൽ അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഗ്രില്ലിലേക്ക് ഒരു സമയത്ത് ബേസ് മോഡലിൽ തന്നെ നമുക്ക് ആ ഒരു ക്രോം എലമെൻറ്റ്, വളരെ തിക്നെസ് ഉള്ള രീതിയിൽ തന്നെ ക്രോം എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമേറിയ ഗ്രില്ല് തന്നെയാണ് ആ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. പ്രൊജക്റ്റ് ടൈപ്പാണ് ഈ ഒരു വാഹനത്തിൽ ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നത്. അതായത് LED കാര്യങ്ങളൊന്നുമല്ല, നോർമൽ ഇന്ന് ഹാലജൻ ടൈപ്പ് തന്നെയാണ്. അത്യാവശ്യം വലുപ്പമേറിയ ആ ഒരു എയർ ഡാം യൂണിറ്റ് ഒക്കെ കാണാം. താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു ഗ്ലോസി എലമെൻറ്റ് കൂടി കമ്പനി നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. 2 വൈപ്പറിൻ്റെ വാഷിംഗ് ഹൗസിലൊക്കെ കാണാം. ഡ്യുവൽ വൈപ്പർ കൂടിയാണ് വാഹനത്തിൽ കമ്പനി. കുറച്ച് ആക്സസറീസ് കൂടി ഈ ഒരു മോഡലിൽ കസ്റ്റമർ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതും പറഞ്ഞുതരാം. ഈ ഒരു മോഡലിൽ ഇപ്പം വീൽ കപ്പ് ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട, വീൽ കപ്പ് വരുന്നില്ലെന്നുള്ളത്. വീൽ കപ്പ് നമുക്ക് അവൈലബിൾ ആണ്. നിലവിൽ ഇപ്പോൾ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വീൽ കപ്പ് ഇടുകയുള്ളൂ. ക്ലാഡിയും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡ് പോർഷനിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. എന്നാൽ ഈ ഒരു ക്ലാഡിങ് ഉണ്ട്. ഈ ഒരു ക്ലാഡിങ് നമ്മൾ എക്സ്ട്രാ ആക്സസറീസിൽ വരുന്നതാണ്, ഇൻബിൽഡായിട്ട് വരുന്നതല്ല. മറ്റുള്ള ക്ലാഡിങ്സ് ആ വീലർച്ചിലൊക്കെ വരുന്ന ക്ലാഡിയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻബിൽഡായിട്ട് തന്നെ വരുന്ന ക്ലാഡിങ് തന്നെ ആണ്. അപ്പോൾ ആ ഒരു ഫ്രണ്ടിൽ അത്യാവശ്യം ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ഫ്രണ്ടിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മിററിലേക്ക് ഒരു സമയത്ത് ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് ആ ഒരു മിറർ യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ബോഡി കളറിൽ വരുന്നില്ല. ഡോർ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് ആ ഒരു ഡോർ ഹാൻഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. റൂഫ് റെയിൽ നമുക്ക് ഇൻബിൽഡായിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു റെയിൻ ഗാർഡ് കസ്റ്റമർ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. നല്ല രീതിയിലുള്ള ക്യാരക്ടർ ലൈൻസ് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പോർഷനിലൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം A പില്ലറിലൊക്കെ വന്നു കഴിഞ്ഞാലും എന്താ പറയുക, ആ ഒരു ബോഡി കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. B പില്ലർ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ബോഡി കളറിൽ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. വേറെ ക്രോം എലമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പോർഷനിലായിട്ട് കാണാനായിട്ട് സാധിക്കുകയില്ല. ഒരു 3,995 mm ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നുണ്ട്. ഹൈറ്റ് 1,550 mm വരുന്നുണ്ട്. വിത്ത് 1,765 mm വരുന്നുണ്ട്. വീൽ ബേസ് 2,520 mm ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് തന്നെ നേരെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈലിലേക്ക് വരാം. അതാണ് ഇവിടെ ചെറിയൊരു ഗ്ലാസ് ഏരിയ കൂടിയാണ് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുള്ളത്, കാണാനായിട്ട് പറ്റുന്നുണ്ട്. റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു കണക്റ്റഡ് പോകുന്ന രീതിയിലുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. ഫ്രോൺസിൻ്റെ ഒരു ബ്രാൻഡിങ് വരുന്നുണ്ട്. ആ ഒരു ബമ്പറിലായിട്ട് നല്ല ഗ്ലോസി എലമെൻറ്റ് നൽകിയിട്ടുള്ളത് കാണാം. ഡിഫോഗ് ലൈൻസ് അവൈലബിൾ ആണ്. ഹൈമൗണ്ട് സ്റ്റോപ്പെല്ലാം പ്ലേസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഷാർപ്പിൻ ആൻറ്റിന ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഈ ഒരു മോഡൽ കമ്പനി ഡിസൈൻ ചെയ്ത ബേസ് മോഡലാണെങ്കിലും ഈ ഒരു റിവേഴ്സ് ക്യാമറ നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. ഇൻബിൽഡായിട്ട് ഈ ഒരു മോഡലിൽ റിവേഴ്സ് ക്യാമറ നമുക്ക് അവൈലബിൾ അല്ല. മോശം ഇതാണ്ട് ഈ ഇരിക്കുന്നത് ഇതിൻ്റെ വീൽ കപ്പാണ്. നിലവിൽ അത് ഇട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. 308 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് കമ്പനി നൽകിയിട്ടുള്ളത്. 3 ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ 60/40 സ്പ്ലിറ്റിംഗ് കൂടി ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ ഒരു റിയർ പ്രൊഫൈലിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ ഫ്രണ്ട് ലുക്കും സൈഡ് പ്രൊഫൈലും ഒക്കെ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ആ ഒരു ഏറ്റവും എന്താ പറയുക റിയർ പ്രൊഫൈലും കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് വരാം.
അകത്തേക്ക് കയറുന്നതിന് മുമ്പേ ആ ഒരു ഡോർ പാഡ് നല്ല രീതിയിൽ നോക്കിക്കോ. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ആ ഒരു കളർ തീം ചേഞ്ചും ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4 ഡോർ പവറിൻ്റെ വരുന്നത്. മിറർ ഇലക്ട്രിക്കൽ കൺട്രോൾ ഓപ്ഷൻ വരുന്നില്ല, നമുക്കത് മാനുവലി തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. സ്റ്റിയറിംഗിൽ നമുക്ക് കൺട്രോൾസോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല, പക്ഷേ സ്റ്റിയറിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഓട്ടോ എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്, കാര്യം ഇതൊരു ബേസ് മോഡലാണ്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. മാരുതിയുടെ മറ്റുള്ള മോഡലുകളിൽ കണ്ടുവന്നിട്ടുള്ള ആ ഒരു സെയിം കീ തന്നെയാണ് ഈ ഒരു മോഡലിൽ വന്നത്. താഴ്ഭാഗം അത്യാവശ്യം ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡാഷ്ബോർഡിൽ ഒരു കളർ തീമിനെ കുറിച്ച് ജസ്റ്റ് നോക്കാം. നമ്മൾ കളർ തീം വരുമ്പോഴത്തേക്ക് ഒരു 2-3 കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ് നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ കാണാനായിട്ട് കഴിയുന്നത്. കണ്ടോ, ഏറ്റവും ടോപ്പിലായിട്ട് ഡാർക്ക് കളർ വരുന്നുണ്ട്, കൂടാതെ ഗ്ലോസി ഫിനിഷ് നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ഇൻഫോടൈം സിസ്റ്റം നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. ഏകദേശം ഒരു 15,000 രൂപ റേഞ്ചിലാണ് ഇതിന് കോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗിൽ പ്രത്യേകിച്ച് കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വരുന്നത്. ലെതർ റാപ്പയുടെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, അതൊക്കെ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യണം. ക്ലസ്റ്ററിലേക്ക് ഒരു സമയത്ത് ഫുള്ളി ഡിജിറ്റൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിലെ ക്ലസ്റ്റർ യൂണിറ്റ് കമ്പനി നൽകിയിട്ടുള്ളത്. ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് ഡിജിറ്റലായിട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓട്ടോമാറ്റിക്കാണ് ക്ലൈമറ്റ് കൺട്രോൾ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം ഈ ഒരു ബേസ് മോഡലിൽ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കമ്പനി നൽകിയിട്ടുണ്ട്. താഴ്ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ചാർജിങ് സോക്കറ്റ്സും ഒക്കെ നൽകിയിട്ടുണ്ട്. 5 സ്പീഡാണ് ഗിയർ ബോക്സ്. സെൻട്രൽ ടണലിൽ നോക്കുന്ന സമയത്ത് വേറെ സ്റ്റോറേജ് സ്പേസ് അങ്ങ് ഒരുപാട് നൽകിയിട്ടില്ല. ആംബ്രസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നതുമില്ല. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. റിയർ AC വെന്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ കളർ തീമിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. സ്റ്റോറേജ് സ്പേസ് നോക്കാം. മോശമല്ലാത്ത സ്റ്റോറേജ് സ്പേസും കമ്പനി ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. സീറ്റ്സിൻ്റെ ആ ഒരു കളർ തീമിലേക്കൊക്കെ വരുന്ന സമയത്തും അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു കളർ തീം തന്നെ നമുക്ക് ആ ഒരു സീറ്റ്സിലും നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അത്യാവശ്യം സപ്പോർട്ടും ഒക്കെ കിട്ടുന്ന ഒരു സീറ്റ് തന്നെയാണ്. ടോപ്പിൽ നോക്കുന്ന സമയത്ത് ഇവിടെ മിററോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു മിറർ മാനുവൽ കൺട്രോൾ ഓപ്ഷനും നൽകിയിട്ടില്ല. ടിക്കറ്റ് ഹോൾഡറും വരുന്നില്ല. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു ബേസ് മോഡലിൻ്റെ ഡാഷ്ബോർഡിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടില്ല. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോയും അതേപോലെ സെൻട്രൽ ലോക്കും സ്റ്റിയറിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും ഇൻഫോടൈം സിസ്റ്റം നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ പറയാനായിട്ട്. ജസ്റ്റ് നമുക്ക് സെക്കൻഡ് റോയിലേക്ക് ഒന്ന് വരാം. സെക്കൻഡ് റോയിൽ ഞാൻ പറഞ്ഞു നമുക്ക് 3 ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിളാണ് കമ്പനി നൽകിയത്. വേറെ ആംബ്രസ്റ്റോ കാര്യങ്ങളൊന്നും കിട്ടില്ല. റിയർ AC വെന്റ് നമുക്ക് വരുന്നില്ല, പക്ഷേ അവിടെ ഒരു സ്റ്റോറേജ് സ്പേസും ഒരു ചാർജിങ് സോക്കറ്റും കമ്പനി നൽകിയിട്ടുണ്ട്. സീറ്റൊക്കെ സ്കൂപ്പ് രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സെൻട്രലായിട്ടാണ് ആ ഒരു ലൈറ്റ് ഓപ്ഷൻ കമ്പനി നൽകിയത്. ഡോർ പാഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഡോർ പാഡിലും നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പം ഈ ഒരു തേർഡ് റോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഈ ഒരു 3 ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ നൽകിയതാണ് ഇഷ്ടപ്പെട്ടത്. അത്യാവശ്യം തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. മോശമല്ലാത്ത രീതിയിൽ സ്പേസ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഡോർ പാഡ് നോക്കേ, ആ ഒരു കളർ തീം ചേഞ്ചും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഒക്കെ കാണാം. ഇതിൻ്റെ എഞ്ചിൻ സ്പെക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 1.2 ലിറ്റർ 4 സിലിണ്ടറാണ് വരുന്നത്. 89 bhpയും അതേപോലെ തന്നെ 113 Nm ടോർക്കും ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. ഏകദേശം 22 കിലോമീറ്റർ റേഞ്ചിൽ മൈലേജും ഈ ഒരു വാഹനത്തിന് കമ്പനി അവകാശപ്പെടുന്നു. 22 കിലോമീറ്റർ പറയുമ്പോഴത്തേക്ക് മോശമല്ലാത്തൊരു മൈലേജ് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാനായിട്ടില്ല. അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ്. ബേസ് മോഡലാണ്. നല്ല രീതിയിൽ പ്രൈസിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. തുടക്കത്തിൽ പറഞ്ഞിരുന്നു എത്രയാണ് പ്രൈസിനകത്ത് വ്യത്യാസം വന്നതെന്നുള്ളതും നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും വാഹനം നോക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്തൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ബുക്കിങ്ങിനായാലും എന്തും നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ വിളിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ അടുത്തൊരു സമയം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.